ഓക്കെ. അതുകൊണ്ടാണ് അവിടെ നമ്മൾ പാൻ സിസ്റ്റോളിക്, സിസ്റ്റോളിന്റെ സമയത്താണ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് ബ്ലഡ് എല്ലാം പോകുന്നുണ്ട്. പാൻ സിസ്റ്റോളിക്, അതായത് സിസ്റ്റോളിന്റെ ഫുൾ ടൈമിൽ ഹോളോ സിസ്റ്റോളിക് മർമർ കേൾക്കാൻ പറ്റും അവിടെ. ഇവിടെ എന്തോ VSTയുടെ മർമർ കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത് സ്റ്റീനോസ്റ്റ് ആണ്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഇവിടുത്തെ പ്രഷർ ഏകദേശം ലെഫ്റ്റ് വെൻട്രിക്കിളിന് അത്രയും പ്രഷർ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ കുറച്ച് സ്ലൈറ്റ്ലി ഇൻക്രീസ് മാത്രമേ ഉള്ളൂ. മനസ്സിലായേ? റൈറ്റ് വെൻട്രിക്കിൾ പ്രഷർ ഒരു മാത്രമേ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഒരു പ്രഷർ. അപ്പൊ അതിലേക്കൂടെ ഒരു അങ്ങോട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടായ അവിടെ മർമർ കേൾക്കുവോ? ഇല്ല. മനസ്സിലായി? നല്ല പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് വരുമ്പോൾ മാത്രമേ മർമർ കേൾക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ VSD ഫസ്റ്റ് പറഞ്ഞ VSD കണ്ടീഷനിൽ നല്ലപോലെ മർമർ കേട്ടത്. രണ്ടാമത്തേൽ ഇപ്പുറത്തെ പ്രഷർ ഈ സ്റ്റീനോസ്റ്റ് ഒക്കെ കാരണം ഇവിടുത്തെ പ്രഷർ കൂടി നിൽക്കുക, അല്ലെങ്കിൽ കുറച്ച് കൂടിയിട്ടുള്ളൂ. മനസ്സിലായി? അപ്പൊ ബ്ലഡ് തിരിച്ച് അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് അവിടെ മർമർ VSDയുടെ മർമർ കേൾക്കാത്തത്, പകരം പൾമണറി സ്റ്റീനോസിസ് കാരണം ഉണ്ടാകുന്ന മർമർ കേട്ടത്. ഓക്കെ, നമുക്ക് ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോവാം. ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞപ്പം സുധകുമാർ സാറിന് നോട്ടി പോളിസൈത്തീമിയ എന്ന് പറയുന്നത്, പീഡിയാട്രിക് ടെസ്റ്റ് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, പോളിസൈത്തീമിയ ആണ് കുറെ അടുത്ത് ഞാൻ കണ്ടത്. അതുകൊണ്ട് പോളിസൈത്തീമിയ ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. കുറെ കാരണങ്ങൾ, ബോൺ മാരോടെ ഒക്കെ എന്തോ പ്രശ്നം കൂടുതൽ കാരണം പോളിസൈത്തീമിയ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷനകത്ത് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ മെയിൻ ഒരു സംഭവമാണ് ECG ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. അവിടെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വലിയ ഇമ്പോർട്ടന്റ് അല്ല. ECGയിൽ ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി ആണ് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ ആണ്. റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ ആണെന്ന് വെച്ചാൽ Aയും AVFും എങ്ങനെ ആയിരിക്കും? AVF പോസിറ്റീവ്. പിന്നെ ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ ഇന്നലെ ഇവിടെ ഒരിടം പറഞ്ഞ തന്നെയാണ്, ഒന്ന് കാണുന്നതാണ് ഒരു ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്. ഓക്കെ, നമ്മുടെ ഒരു ഷൂസിന്റെ പോലത്തെ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാം. റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അത് ഇതിനെ അപ്പെക്സിനെ മുകളിലോട്ട് അപ്വേർഡ് ചെയ്യും. ഇന്നലെ VSD എടുത്തപ്പോൾ നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. VSDക്കകത്ത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടായിട്ട് ഇതിനെ ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ്, അങ്ങനല്ലേ? അങ്ങനെ ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ഉണ്ടാവും. അല്ല കാർഡിയോമെഗാലി എല്ലാം കാണാൻ പറ്റും. ഓക്കെ, VSDയിൽ. പക്ഷെ ഇവിടെ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടായത് അത് അപ്പെക്സിനെ മുകളിലോട്ടാണ് പുഷ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെസ്റ്റ് എക്സ്റേ നോക്കിയാൽ ഒരു ബൂട്ട് ഷേപ്പ് കാണാൻ പറ്റും. ഒന്ന്, ഇതിന് ഞാൻ പറഞ്ഞ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ സൈസ് ഓഫ് ഹാർട്ട് നോർമൽ ആവുമെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് ഇവർ പറയുന്ന റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി കോൺസെൻട്രിക് ആണെന്ന് പറയുന്നത്, അതിനുള്ളിൽ തന്നെ നിൽക്കുകയാണ്. മനസ്സിലായി? അപ്പൊ പുറത്തോട്ട് വലുതായിട്ട് തെളി കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് കാർഡിയോമെഗാലി ഇല്ലാത്തത്. ഇമ്പോർട്ടന്റ് ആണ് നോർമൽ സൈസ് ഓഫ് ഹാർട്ട്. VSD ആണെങ്കിൽ കാർഡിയോമെഗാലി ഉണ്ട്, ഇവിടെ കാർഡിയോമെഗാലി ഇല്ല. TOF കാർഡിയോമെഗാലി ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു പൾമണറി സ്റ്റീനോസിസ് ഉണ്ടായ ലങ്സിന് ബ്ലഡ് കിട്ടുമോ? ഇല്ല. പൾമണറി സ്റ്റീനോസിസ് കാരണം ലങ്സിന് ബ്ലഡ് കുറവായിരിക്കും. അപ്പം നമ്മൾ ചെസ്റ്റ് എക്സ്റേ നോക്കിയാൽ അവിടെ ഫുള്ള് കറുത്തിരിക്കോ വെളുത്തിരിക്കോ ലങ്സ് മൊത്തം? ഫോട്ടോ കാണിച്ചുതരാം. ഓക്കെ, ഇതാണ് നമ്മുടെ പിക്ചർ. ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കണ്ടോ? ലങ്സ് മൊത്തം കറുത്തിരിക്കുന്നുണ്ടോ? പൾമണറി ഒലിഗീമിയ കേട്ടോ, പൾമണറി ഒലിഗീമിയ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ പൾമണറി വാൽവ് സ്റ്റീനോസ്റ്റ് ആയിപ്പോയി. അപ്പൊ ലങ്സിനൊന്നും നല്ല എന്തോ ബ്ലഡ് കിട്ടുന്നില്ല. അപ്പൊ മറ്റേ കുറെ വാസ്കുലേച്ചർ ഒക്കെ ഇല്ലേ, പൾമണറി വാസ്കുലേച്ചർ, പൾമണറി മാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് പൾമണറി പ്ലത്തോറ എന്നൊക്കെ കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു? ESDയിലും ASDയിലും എല്ലാം പറഞ്ഞില്ലേ പൾമണറി പ്ലത്തോറ ഉണ്ട്. പക്ഷെ ഇവിടെ പ്ലത്തോറ ഇല്ല, കാരണം പൾമണറി സ്റ്റീനോസിസ് ഉണ്ട്, ലങ്സിന് ബ്ലഡ് കിട്ടുന്നില്ല. അതുകൊണ്ട് അവിടെ പൾമണറി വാസ്കുലേച്ചർ ഒന്നും കാണുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓവർ റൈഡിങ് ഓഫ് അയോട്ട ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരു റൈറ്റ് സൈഡഡ് അയോട്ടിക് ആർച്ച് കാണാൻ പറ്റും. മറ്റേത് ഇങ്ങനല്ലേ വരണ്ടേ? റൈറ്റ് സൈഡ് അയോട്ടിക് ആർച്ച് 30% പേഷ്യന്റിൽ കാണാൻ പറ്റും. ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കാണാൻ പറ്റും. നോർമൽ സൈസ് ഓഫ് ഹാർട്ട് ആയിരിക്കും. പിന്നെ പൾമണറി ഒലിഗീമിയ. ഈ പൾമണറി ഒലിഗീമിയക്കാണെന്ന് തോന്നുന്നു ടെക്സ്റ്റിൽ അങ്ങനെ പറയുന്നത്. നമ്മളൊരു പേര് പറയും, കോയർ ആൻഡ് സാബോട്ട്. പൾമണറി ഒലിഗീമിയക്ക് എന്നാണ് ടെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്, കോയർ ആൻഡ് സാബോട്ട് അപ്പിയറൻസ്. ഇപ്പൊ 2 അപ്പിയറൻസ് ആണ് നമ്മൾ ടെക്സ്റ്റ് കാണുന്നത്, ബൂട്ട് ഷേപ്ഡ് ഹാർട്ടും കോയർ ആൻഡ് സാബോട്ടും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. റൈറ്റ് സൈഡ് ഔട്ടിങ് കാണാൻ പറ്റും. എക്കോ നമ്മളെടുത്ത് കൺഫേം ചെയ്യും. എക്കോയിലൊക്കെ എന്തൊക്കെ എഴുതേണ്ടതെന്ന് കഴിഞ്ഞ 2 ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, അതൊക്കെ എഴുതി വെക്കാം. ഇനി നമുക്ക് പേഷ്യന്റ് ട്രീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, സൈനോട്ടിക് സ്പെല്ല് ഒരു എമർജൻസി കണ്ടീഷൻ അല്ലേ? അപ്പൊ കൊച്ചുകുട്ടിയെ വരികയാണെങ്കിൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? കൊച്ചുകുട്ടിയെ
നീ ചെസ്റ്റ് ക്വസ്റ്റ്യനിൽ നിർത്തണം. അമ്മയെടുത്ത് അങ്ങനെ എടുക്കാൻ പറയണം കൊച്ചിനെടുത്ത്. ഇപ്പോൾ കാഷ്വാലിറ്റിയിലായിരിക്കും വരുന്നത്, അപ്പൊ നമ്മൾ കുട്ടിയെ നീ ചെസ്റ്റ് ക്വസ്റ്റ്യനിൽ നിർത്തണം. ഓക്കെ, അത് നമ്മൾ മറ്റേ കുറെ കോസസ് ഒക്കെ പറഞ്ഞ് റൈറ്റ് ലെഫ്റ്റ് ഷണ്ട് കുറയ്ക്കും, സൈനോസിസ് കുറയ്ക്കും. ഇത് ഞാൻ ആരോ മാർക്ക് തെറ്റി വരച്ചാണ്, മുകളിലോട്ടാണ്. റൈറ്റ് ലെഫ്റ്റ് ഷണ്ട് കുറയും. ഓക്കെ, അടുത്ത നമ്മൾ മോർഫിൻ കൊടുക്കും. മോർഫിൻ എന്താ കൊടുക്കുന്നത് ആർക്കെങ്കിലും പറയാമോ? റെസ്പിറേറ്ററി മോർഫിൻ സാധാരണ പെയിനൊക്കെ അല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റെസ്പിറേറ്ററി സെന്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്ന്. അപ്പം മോർഫിൻ കൊടുത്താൽ നമുക്ക് റെസ്പിറേറ്ററി സെന്ററിനെ സ്റ്റിമുലേഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പം ഫർദർ എപ്പിസോഡ് കുറയും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു അസിഡോസ് ഉണ്ടായാൽ നമ്മൾ എന്ത് കൊടുക്കുന്നത് യൂഷ്വലി? വാസോ ഡയലേഷൻ ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻ ഒക്കെ ഭയങ്കര പ്രശ്നമല്ലേ? വാസോ ഡയലേഷൻ ഉണ്ടായ അയോട്ടയുടെ പ്രഷർ ഒക്കെ കുറയത്തില്ലേ വാസോ ഡയലേഷൻ ഉണ്ടായ? അപ്പൊ സൈനോസിസ് പിന്നെയും സിവിയർ ആവത്തില്ലേ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് കൂടിയിട്ട്? അപ്പൊ അതിനൊക്കെ അപ്പൊ നമുക്കറിയാം ആൽഫ 1 അഗോണിസ്റ്റ് എന്ന് വെച്ചാൽ ആൽഫ 1 എന്ന് വെച്ചാൽ വാസോ കൺസ്ട്രിക്ടേഴ്സ് ആണ്. അപ്പൊ അത് കൊടുക്കാം. അല്ലെങ്കിൽ ബീറ്റയുടെ ബ്ലോക്കേഴ്സ്, ഓക്കെ, പ്രൊപ്പനലോൾ, അങ്ങനെ കുറെ ഡ്രഗ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് വാസോ ഡയലേഷൻ പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കറിയാലോ മെയിൻ പ്രശ്നം ടെട്രോളജി ഓഫ് ആരോഗ്യത്തിന്റെ മെയിൻ പ്രശ്നക്കാർ ആരൊക്കെയാ? പൾമണറി അല്ലേ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അത് രണ്ടും നമ്മൾ കറക്റ്റ് ചെയ്യാതെ വേറെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഡെഫിനറ്റീവ് സർജറി ഈസ് പൾമണറി സ്റ്റീനോസിസ് റിപ്പയറും ക്ലോഷർ ഓഫ് വാസ്കുലർ സെപ്റ്റൽ ഡിഫെക്റ്റ്. വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്റ്റ് ക്ലോസ് ചെയ്യണം, മറ്റേ സ്റ്റീനോസിസ് ഒക്കെ റിപ്പയർ ചെയ്യണം. അതാണ് സർജറി. പക്ഷെ നമ്മൾ ജനിച്ച ഇപ്പൊ ഒരു മാസമുള്ള കുട്ടി നമ്മുടെ അടുത്ത് ഈ സൈനോട്ടിക് സ്പെല്ലായിട്ട് വന്നാൽ നമ്മൾ പിടിച്ച് സർജറി ചെയ്യുമോ? ഇല്ല. പക്ഷെ നമുക്ക് കുട്ടിയുടെ ലങ്സിലോട്ട് ബ്ലഡ് ഫ്ലോ എത്തിക്കണ്ടേ? അതിന് നമ്മൾ പാലിയേറ്റീവ് ആയിട്ട് സർജറി ചെയ്യാം. അത് കുറെ സർജറി ചെയ്യാം. അതിനകത്ത് ഒരെണ്ണമാണ് BT ഷണ്ട്. BT ഷണ്ടിന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ബ്ലാലോക് ടോക്സിക് ഷണ്ട്. ഇപ്പൊ തീർക്കാവേ. അതായത് നമ്മുടെ പൾമണറി ആർട്ടറിയിലോട്ട് ബ്ലഡ് എത്തിച്ചാ പോരെ, ആർട്ടറി ഇല്ലേ, അവിടെ അതിൽ നിന്ന് നമ്മൾ അങ്ങോട്ടൊരു ഷണ്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. പിക്ചർ കാണിച്ചു അത് സിമ്പിളാ, കണ്ടാ മനസ്സിലാവും. ഇതൊരു ഫോട്ടോ കാണിച്ചില്ല, ഇത് ഒരു ബോട്ട് ഷേപ്ഡ് ഹാർട്ട് ആണ്. ഇതാണ് പാലിയേറ്റീവ് സർജറി. നിങ്ങൾ ഈ പിക്ചറിനകത്ത് കണ്ടോ നമ്മുടെ ബ്രേക്കിയോസെഫാലിക് ട്രങ്ക് രണ്ടായിട്ട് മാറുന്നുണ്ടോ? ഒന്ന് സബ് ക്ലേവിയൻ ആർട്ടറി, ഒന്ന് കോമൺ കരോട്ടറി ആർട്ടറി. അപ്പൊ ആ സബ് ക്ലേവിയൻ ആർട്ടറിയിൽ നിന്ന് നമ്മൾ പൾമണറി ആർട്ടറിയിലോട്ട് ഒരു കണക്ഷൻ കൊടുത്താൽ ലങ്സിന് ബ്ലഡ് കിട്ടി സൈനോസിന്റെ ഒക്കെ പ്രശ്നം കുറയത്തില്ലേ? മനസ്സിലായോ? അപ്പൊ അതാണ് BT ഷണ്ട്. പാലിയേറ്റീവ് സർജറിയാണ്. കാരണം മെയിൻ പ്രശ്നം പൾമണറി സ്റ്റീനോസിസ് ആണ്. മനസ്സിലായോ? അത് ട്രീറ്റ് ചെയ്യാതെ മറ്റേ രണ്ട് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ തൽക്കാലത്തെ കുട്ടിയെ നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാം. പാലിയേറ്റീവ് സർജറി എപ്പോഴാ ചെയ്യുന്നത് വെച്ചാൽ കുട്ടി ഒരുപാട് റിക്കറന്റ് സൈനോട്ടിക് സ്പെല്ല് ആയിട്ട് വരിക, ഭയങ്കര ഡീപ് സൈനോസിസ് കുറെ കാര്യം, അങ്ങനെ കുറെ കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു ഗ്രാഫ്റ്റ് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ജസ്റ്റ് കോംപ്ലിക്കേഷൻ കൂടെ ഉള്ളൂ. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു, സൈനോട്ടിക് സ്പെൽ ഉണ്ടാവും ഞാൻ പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ, അത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ റൈറ്റ് വെൻട്രിക്കിൾ ഏതെങ്കിലും ഒരു ത്രോംബസ് ഇരുന്നാൽ അത് എങ്ങോട്ട് പോകും? നോർമലി റൈറ്റ് വെൻട്രിക്കിൾ ത്രോംബസ് ഇരുന്നാൽ എങ്ങോട്ടാ പോകേണ്ടത്? ലങ്സിലോട്ടല്ലേ പോകേണ്ടത്. പക്ഷെ ഇത് എങ്ങോട്ട് പോകും? ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് വന്ന് എവിടെ പോകും? ബ്രെയിനിൽ പോയാൽ എംബോളിസം ഉണ്ടാവും. അതാണ് പാരഡോക്സിക് എംബോളിസം. നോർമലി എംബോളിസം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ പോകുന്നതല്ലേ, ഇത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് കറങ്ങി ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് പോകും. അതാണ് പാരഡോക്സിക്കൽ എംബോളിസം. പിന്നെ ബ്രെയിനിൽ ചെന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്സസ് ഒക്കെ ഉണ്ടാക്കാം, ഹെമിപ്ലീജ് ഉണ്ടാക്കാം. അപ്പൊ കൊച്ചു ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, ഡ്രൗസി ആയിരിക്കും, ചിലപ്പോൾ അൺകോൺഷ്യസ് ആവാം, ചിലപ്പോൾ സീഷർ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇൻഫെക്റ്റീവ് എൻഡോകാർഡിറ്റിസ് ഇന്നലെ BST പറഞ്ഞപ്പോഴും പറഞ്ഞ് അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡിറ്റിസ്. അതേപോലെ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡിറ്റിസ്. പിന്നെ ഹാർട്ട് ഫെയിലർ ഇന്നലെ മറ്റേ കണ്ടീഷനിലെല്ലാം പറഞ്ഞായിരുന്നു. ഹാർട്ട് ഫെയിലർ ഏതാ ASTയിലും BSTയിലും എല്ലാം ഹാർട്ട് ഫെയിലർ അതായത് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഹാർട്ട് ഫെയിലർ അങ്ങനെ ഉണ്ടാവത്തില്ല. പക്ഷേ ഉണ്ടാവാം എപ്പോഴാ ഭയങ്കര അസോസിയേറ്റഡ് ആയിട്ട് അനീമിയ, വേറെ കുറെ കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ ഹാർട്ട് ഫെയിലർ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് പ്രത്യേക പ്രിവെൻഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പാരന്റ്സിന്റെ അടുത്ത് പറയുക, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ആയ ഫീവർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടി ആക്റ്റീവ് ആകാൻ ശ്രമിക്കരുത്. ഡീഹൈഡ്രേഷൻ, അനീമിയ അതേപോലുള്ള കണ്ടീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ പറയാം. എത്രയും പെട്ടെന്ന് കുട്ടിയെ എടുത്ത് സർജറി ചെയ്യാൻ പറ്റുന്ന പ്രായമാകുമ്പോൾ എത്രയും പെട്ടെന്ന് കുട്ടിയെ സർജറി ചെയ്യാൻ പാരന്റ്സിനോട് പറയാം. ഓക്കെ,
ഈ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞ ഇന്നലെ ഞാൻ VSTയും ടെട്രോളജി ഫാലും തമ്മിൽ ഡിഫറൻസ് ആണ്. VSTക്കകത്ത് സൈനോസിസ് കാണുമോ? ഇല്ല. കാണാം. ഏത് കണ്ടീഷനിൽ? AST ആയാലും PD ആയാലും നോർമലി സൈനോസ് കാണത്തില്ല. ഇവിടെ എല്ലാം ഷണ്ട് തിരിച്ചു വന്ന എന്താ പറയുന്ന ഐസൻബർഗ്. അപ്പം VSTയിൽ സൈനോസ് കാണത്തില്ല, ടെട്രോളജി ഫാലയിൽ സൈനോസിസ് കാണും. ഓക്കെ. പിന്നെ VSTയിൽ ഷണ്ട് എങ്ങോട്ടാണ്? ലെഫ്റ്റ് റൈറ്റ് ആണ്. അപ്പൊ വലിയ പ്രശ്നമില്ല. ടെട്രോളജി ഫാലയിൽ എങ്ങനെയാണ്? റൈറ്റ് ലെഫ്റ്റ് ആണ്. ഇവിടെ പൾമണറി ബ്ലഡ് ഫ്ലോ കൂടുതലാണ്, കാരണം എല്ലാം കൂടെ റൈറ്റ് വെൻട്രിക്കിൾ വന്നില്ലേ, അപ്പൊ എല്ലാം കൂടെ ബ്ലഡ് ലങ്സിലോട്ട് പോകും. VSTയിൽ ഇവിടെ ലങ്സിലോട്ട് പോകാൻ വേണ്ടി വല്ല സ്ഥലം ഉണ്ടോ? ഇല്ല. ഇനിയാണ് ജസ്റ്റ് ഡിഫറൻസ്. ഇനി ജസ്റ്റ് രണ്ടുമൂന്ന് പിക്ചർ കൂടെ കാണിച്ചിട്ടുണ്ട്. ഇത് സുദേവകുമാർ സാറിന്റെ നോട്ടിന് എഴുതിയാണ്. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അയോട്ടയുടെ പ്രഷർ കൂടിയ, ഞാൻ പറഞ്ഞ നേരെ വാസോഡൈലറ്റേഷൻ ഒക്കെ ഉണ്ടാവാം. അതേപോലെ റൈറ്റ് വെൻട്രിക്കിൾ കൂടുതലും പൾമണറി ആർട്ടറിക്ക് കൊടുക്കത്തുള്ളൂ. മനസ്സിലായി? അയോട്ടയുടെ പ്രഷർ കൂടിയ, അപ്പം പൾമണറി ആർട്ടറിയിലോട്ട് പോകുന്നില്ലേ നമുക്ക് നല്ലത്. അയോട്ടയിലോട്ട് വരുന്നത് ഇവിടെ ഈ കേസിൽ ഭയങ്കര പ്രശ്നമല്ലേ. പൾമണറി ആർട്ടറിയിലോട്ട് പോകുമ്പോൾ നമുക്ക് സൈനോസിസ് കുറയും. പിന്നെ പ്രഷർ കുറഞ്ഞാലാണ് പ്രശ്നം. വാസോഡൈലറ്റേഷൻ ഒക്കെ ഉണ്ടായി, സോറി ഇവിടെ വാസോഡൈലറ്റേഷൻ അല്ല, ഇവിടാണ് വാസോഡൈലറ്റേഷൻ ഒക്കെ ഉണ്ടായ റൈറ്റ് വെൻട്രിക്കിൾ എല്ലാം കൂടെ അയോട്ടയിലോട്ട് വരും. എല്ലായിടത്തും പോയി ടിഷ്യൂസിലെല്ലാം സൈനോസിസ് ഉണ്ടാക്കും. പറഞ്ഞോണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ASDയിലും ഇതൊക്കെ കാണുന്ന ഇഞ്ചക്ഷൻ സിസ്റ്റോളിക് മാർമർ. ഹോളോ സിസ്റ്റോളിക് മാർമർ എവിടെ കാണുന്നത്? BSD. ഹോളോ സിസ്റ്റോളിക് മാർമർ അല്ലെങ്കിൽ പാൻ സിസ്റ്റോളിക് മാർമർ. ഓക്കെ. ഇത് ഇഞ്ചക്ഷൻ സിസ്റ്റോളിക് മാർമർ. ഇത് നമ്മൾ എവിടെയാണ് പഠിച്ച്? ASDയിൽ പഠിച്ചായിരുന്നു. ASDയിൽ ഇപ്പൊ പഠിച്ച്, ടെട്രോളജി ഫാലയിലും പഠിച്ചു. ഇത് നമ്മളിപ്പോ VSD പഠിച്ച്. ഇനി നമ്മൾ പഠിച്ച ഏതാ? പേറ്റന്റ് ആർട്ടീരിയോസ്. അവിടെ ഏതാ കാണുന്ന മാർമർ? ഏതാ? മെയിൻ ആയിട്ട് കാണുന്നത് കണ്ടിന്യൂസ് മാർമർ. ഓക്കെ. കണ്ടിന്യൂസ് മാർമർ, കണ്ടിന്യൂസ് മെഷീനറി മാർമർ. ഓക്കെ. ഞാൻ പിക്ചർ കാണിച്ചില്ലല്ലോ. ഇതാണ് കേട്ടോ. ടച്ച് സ്പെല്ല് ഉണ്ടായ ഒരു കുട്ടിയുടെ കാണിക്കുവാണേ. ഫുൾ ബ്ലൂയിഷ് ഒക്കെ ഉണ്ടാവും. മ്യൂക്കസ് മെമ്പറിന്റെ സെൻട്രൽ സൈനോസിസ് ആണ്. അതുകൊണ്ടാണ് മ്യൂക്കസ് മെമ്പറിനും ടങ്കിലൊക്കെ സൈനോസിസ് കാണുന്നത്. ഞാൻ കാണിച്ചപ്പോൾ എന്ത് മനസ്സിലായല്ലോ? കുട്ടി നോർമൽ ആയതുണ്ടോ? പൾമണറി സ്ക്വാട്ടിങ് അല്ല, ഇത് നീ ചെസ്റ്റ് പൊസിഷൻ, ഇത് സ്ക്വാട്ടിങ്. പിന്നെ കണ്ടോ കുട്ടി ഭയങ്കര സൈനോസ് ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ടോ? ഹലോ, ഇതുണ്ട് ക്ലബിങ് ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ക്ലബിങ് ഒക്കെ ഉണ്ട്, സൈനോസ് ഉണ്ട്. പിന്നെ പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഉള്ള അവസ്ഥയാണ്. ഓക്കെ. കഴിഞ്ഞ ശേഷം ഇതാണ് ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്. ഓർത്തിരിക്കുക, ഒരു MCQ കൂടിയാട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഷണ്ടിന്റെ പാലിയേറ്റീവ് സർജറിയുടെ പേരെന്തുവാ? ഷണ്ടെന്ന് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുവാണെങ്കിൽ ബ്ലാലോ ടോസിക് ഷണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാര്യമായിട്ട് ചോദിക്കാം, പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ശരി. താങ്ക് യു.